അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം എന്നുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ പ്രഷർ, അതായത് ഫ്ലൂയിഡ് മെഷർമെന്റ് ആൻഡ് പ്രഷർ ആണ് ഇതിൽ. സ്ക്രീൻ കാണാമല്ലോ അല്ലേ? കാണാം. ഓക്കെ, അപ്പോൾ പ്രഷർ ആൻഡ് ഇറ്റ്സ് മെഷർമെന്റ് ആണ്. അപ്പം അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ എന്താണ് ഈ പ്രഷർ? ഓക്കെ, പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ, അതായത് 1 മീറ്റർ സ്ക്വയറിൽ ആക്ട് ആവുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്താണെന്ന് പറഞ്ഞാൽ പ്രഷർ എന്ന് പറയുന്നത്. ക്ലിയർലി? ഓക്കെ, അപ്പോൾ ഈ പ്രഷറിനെ കുറിച്ചാണ് നമ്മൾ പ്രഷറിനെ എങ്ങനെ മെഷർ ചെയ്യാം, ഹൗ ടു മെഷർ എ പ്രഷർ. ഒരു ഫ്ലൂയിഡ് ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഫ്ലൂയിഡ് മൂവ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ പ്രഷർ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അതാണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത്. എന്താണ് ഈ പ്രഷർ, എന്തൊക്കെ ടൈപ്സ് ഓഫ് പ്രഷർ ഉണ്ട്, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് പ്രഷർ, അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻ എന്താണ്, സ്റ്റാറ്റിക് ഫ്ലൂയിഡിൽ ഒരു പ്രഷർ, അതിന്റെ പ്രഷർ എന്താണ്, അപ്പോൾ അതിൽ പാസ്കൽസിലാണ് പറയുന്നുണ്ട്. അതിന്റെ മെഷർമെന്റ്സ് എങ്ങനെയാണ്, അതിന്റെ മാനോമീറ്റേഴ്സ്, അതിന്റെ മെഷറിംഗ് ഡിവൈസ് ഉണ്ട്, അതിന്റെ പ്രോബ്ലംസ്, ആ കാര്യമാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പൊ അതിൽ ആദ്യം എന്താണ് ഈ പ്രഷർ? പ്രഷർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ. ഇനി എന്താണ് അതിന്റെ യൂണിറ്റ്? യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ. ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ. ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. അപ്പൊ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് പ്രഷറിന്റെ യൂണിറ്റ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് പ്രഷറിന്റെ യൂണിറ്റ്. ഓക്കെ, ഇനി നമുക്ക് നേരെ ഇതിലോട്ട് പോകാം. ബ്ലാക്ക് ആക്കാം. ഓക്കെ, അപ്പൊ ഇനി വാട്ട് ഈസ് പാസ്കൽസ് ലാ? എന്താണ് ഈ പാസ്കൽസ് ലാ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഫ്ലൂയിഡ് ഇങ്ങനെ കിടക്കുകയാണ്, അത് സ്റ്റാറ്റിക് ആണ്. അപ്പൊ ഈ ഒരു ഇതിൽ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുക, ഏതെങ്കിലും ഒരു ഫ്ലൂയിഡ് ഇങ്ങനെ കെട്ടിക്കിടക്കുക, ഇതിൽ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ഒരു ജസ്റ്റ് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് എടുത്ത് എറിയുമ്പോൾ ഇവിടെ എന്താ ഉണ്ടാവും? ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ ഒരു ഓളം പോലെ ഉണ്ടാവും അല്ലേ? ശരിയല്ലേ? ഇത് സ്റ്റാറ്റിക് ആണ്. അതിന് നമ്മൾ എന്തെങ്കിലും ഒരു ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ, ഒരു കല്ലെടുത്ത് എറിയാണെന്ന് വിചാരിക്കുക, അപ്പോൾ ഒരു ഓളം ഉണ്ടാവും. അപ്പൊ എന്താണ് ഈ പാസ്കൽ പറയണമെന്ന് പറഞ്ഞാൽ, ഇറ്റ് സ്റ്റേറ്റ്സ് ദ പ്രഷർ ഓർ ഇന്റൻസിറ്റി ഓഫ് പ്രഷർ അറ്റ് എ പോയിന്റ് ഇൻ എ സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ഈസ് ഈക്വൽ ഇൻ ആൾ. അങ്ങനെ വരുമ്പോൾ ഈക്വൽ ഇൻ ആൾ ഡയറക്ഷൻസ് എന്നാണ് പറയുന്നത് പാസ്കൽസിലാണ് പറയുന്നത്. ഇതൊരു ജസ്റ്റ് 3 മാർക്കിന് പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഓക്കെ, വലിയ രീതിയിൽ ചോദിക്കത്തില്ല. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കാൻ പോകണമെന്ന് വെച്ചാൽ ഈ പ്രഷറിനെ എങ്ങനെ മെഷർ ചെയ്യാം. ഓക്കെ, അപ്പൊ പ്രഷർ എങ്ങനെ മെഷർ ചെയ്യാന്ന് പറഞ്ഞാൽ, പ്രഷർ P ഈസ് ഈക്വൽ ടു ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ ലോഡ് P ഈസ് ഈക്വൽ റോ ജി ഇസഡ് എന്ന് പറയും, അല്ലെങ്കിൽ റോ ജി എച്ച് എന്ന് പറയും. ഇസഡ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആണ്. ഈ റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ്. അപ്പൊ P ഇപ്പം ഫോർ എക്സാമ്പിൾ അതായത് P ഈസ് ഈക്വൽ ടു പ്രഷർ ഈസ് ഈക്വൽ ടു റോ ജി ഇസഡ് ആണ് നമ്മുടെ ഫോർമുല. അല്ലെ, റോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൻസിറ്റി ഓഫ് ലിക്വിഡ്. ഓക്കെ, ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു സ്പെസിഫിക് ഗ്രാവിറ്റി, ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഇപ്പോൾ 0.87 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഡെൻസിറ്റി എത്രയായിരിക്കും? ഇൻറ്റു 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ. ഓക്കെ, വാട്ടറിന്റെ ഡെൻസിറ്റി എത്രയാണ്? വാട്ടറിന്റെ 1000 ആണ്. 1000. ഓക്കെ, 1000 കിലോഗ്രാം പെർ ഡെൻസിറ്റി മാസ് പെർ യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ. ജി ആൾറെഡി 9.81 ആണ്. ഓക്കെ, ഇസഡ് എന്ന് പറഞ്ഞാൽ മീറ്ററിൽ തരും അവർ. ഇത് മീറ്ററിലാണ്. അപ്പൊ നമ്മൾ ഇത് മീറ്ററിൽ തരും, അത് വെച്ച് ഐദർ പ്രഷർ ഓർ ഇസഡ്. ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേറ്റം, ഹൈറ്റ്. ഓക്കെ, പൊസിഷൻ. ഓക്കെ, അപ്പൊ P ഈസികൾ ഒന്നില് പ്രഷർ കണ്ടുപിടിക്കാൻ പറയും, അല്ലെ നമ്മൾ ഈ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് പറഞ്ഞാൽ P ഈസികൾ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ P ഈസികൾ റോ ജി ഇസഡില് അവർ പ്രഷർ അല്ലെങ്കിൽ ഇസഡ് കണ്ടുപിടിക്കാം. പ്രഷർ എന്ന് പറഞ്ഞാൽ ആ പ്രഷർ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഇസഡ് എന്ന് പറഞ്ഞാൽ ഡേറ്റം ഹെഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ്, അതായത് എത്രയാണ് മീറ്ററിൽ കണ്ടുപിടിക്കും. അപ്പം എപ്പോഴും ഡെൻസിറ്റി അവർ തരത്തില്ല. ഡെൻസിറ്റി വരെ സ്പെസിഫിക് ഗ്രാവിറ്റി തരും. സ്പെസിഫിക് ഗ്രാവിറ്റി തരികയാണെങ്കിൽ അതിന് 0.8 വല്ല ആണെങ്കിൽ അതിന് ഇൻറ്റു 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഡെൻസിറ്റി കിട്ടും. ജി എപ്പോഴും 9.81 ആണ്, അതും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഈ രണ്ടും അറിയാമെങ്കിൽ ഇത് വെച്ച് കണ്ടുപിടിക്കാം. ക്ലിയർ അല്ലേ? ഇനി ഞാൻ ഈ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പൊ കാൽക്കുലേറ്റ് ദി പ്രഷർ ഡ്യൂ ടു കോളം. അപ്പൊ പ്രഷർ കണ്ടുപിടിക്കണം. കോളം ഓഫ് 0.3 മീറ്റർ, അതായത് എത്രയാണ്? ഇസഡിന്റെ വാല്യൂ എത്ര? 0.3 തന്നിട്ടുണ്ട്. വാട്ടറിന്റെ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. വാട്ടറിന്റെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ, P ഈസികൾ എന്താണ് ഫോർമുല? P ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ റോ ജി ഇസഡ് ആണ് നമ്മുടെ ഫോർമുല. റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് വാട്ടർ എത്രയാണ്? 1000. ജി 9.81. ഇസഡിന്റെ വാല്യൂ അവർ തന്നിട്ടുണ്ട് 0.3. അപ്പൊ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. സിമിലർലി ഇത് പ്രഷർ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. കാര്യം എന്താണ്? 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. ഇത് മീറ്റർ ആണ്. ഓക്കെ, ഇത് മീറ്റർ, ഈ 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്.
ഓക്കെ, ഇതെല്ലാം എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പ്രഷർ ഇൻ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലായിട്ട്. ഇനി രണ്ടാമത്തെ അവർ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ആൻ ഓയിൽ ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി 0.8, അതായത് പി ഓഫ് ഓയിലിന്റെ പ്രഷർ എത്രയാണ്? അപ്പൊ റോ ജി ഇസഡ് ആണ് ഫോർമുല. റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ആണ്. അപ്പൊ നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ട് 0.8 ഇൻറ്റു 1000 കൊടുക്കുക. അപ്പൊ നമുക്ക് ഡെൻസിറ്റി കിട്ടും. ഇൻറ്റു ജി 9.81 എടുക്കുക. ഇൻറ്റു ഇസഡ് എത്രയാണ്? ഇസഡിന്റെ വാല്യൂ നമുക്ക് ആൾറെഡി തന്നിട്ടുണ്ട് 0.3. അതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, സി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെസിഫിക് ഗ്രാവിറ്റി മെർക്കുറി 13.6 തന്നിട്ടുണ്ട്. അപ്പൊ എന്താണ്? പ്രഷർ ഓഫ് മെർക്കുറി എത്രയാണ്? HG എന്നാണ് പറയുന്നത്. മെർക്കുറി എന്ന് പറഞ്ഞാൽ റോ ജി ഇസഡ് തന്നെയാണ്. റോ എന്ന് പറഞ്ഞാൽ 13.6 ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു 1000 അവർ തന്നിട്ടുണ്ട്. ഇൻറ്റു ജി 9.81 ഇൻറ്റു 0.3 അത്രേ ഉള്ളൂ. സോ അതിന്റെയും പ്രഷർ കിട്ടി. അപ്പൊ ഇങ്ങനെയാണ് പ്രഷർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഇനി അടുത്തതിലോട്ട് പോകാം. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ അടുത്ത വേറൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് ദ പ്രഷർ ഇന്റൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ഈസ് ഗിവൺ. പ്രഷർ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. പ്രഷർ 924 ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ ഇതിനെ സെന്റിമീറ്റർ സ്ക്വയറിനെ നമ്മൾ മീറ്റർ ആക്കാൻ എന്ത് ചെയ്യും? 3.924 ഇൻറ്റു 10 പവർ, അതായത് താഴെ ഒരു സെന്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ നമ്മൾ എന്ത് ചെയ്യും? 10 പവർ -2 ആണ്. സെന്റിമീറ്റർ സ്ക്വയർ ആകുമ്പോൾ 10 പവർ -4, അതായത് ഇതിന്റെ ഹോൾ സ്ക്വയർ ആണ് ഇത് ഇവിടെ വരുന്നത്. സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ 10 പവർ -4 അത് എന്താണ്? സെന്റിമീറ്റർ ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ താഴെയാണ് 10 പവർ -4. അപ്പൊ മോളിൽ പോകുമ്പോൾ എന്തായിട്ട് മാറും? 10 പവർ ഇങ്ങനെയായിട്ട് കിട്ടും. ഓക്കെ, ആ കൺവേർഷൻ ഓർത്ത് വെച്ചിരുന്നായി. ദെൻ ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദി ഫ്ലൂയിഡ്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ ആണ് P = ρ g z ആണ് ഫോം. ഓക്കെ, അപ്പൊ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസഡ് ആണ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് ആദ്യം എന്താണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം തന്നിട്ട് ഒന്ന് വാട്ടറിന്റെ ആണ്. അപ്പൊ പി ഓഫ് വാട്ടർ ഈസ് ഈക്വൽ ടു ഫോമുല എന്താണ്? റോ ജി ഇസഡ്. അപ്പൊ ഇതായത് പ്രഷർ തന്നിട്ടുണ്ട് എത്രയാണ്? 3.924 ഇൻറ്റു 10⁴ ഈസ് ഈക്വൽ ടു 1000 ജി ഇൻറ്റു ഇസഡ്. ഇസഡിന്റെ വാല്യൂ എത്രയാണ് അറിയത്തില്ല. സോ ഇസഡ് നമ്മൾ ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഇസഡിന്റെ വാല്യൂ കിട്ടും. ഓക്കെ, ഇത് നമ്മൾ കാൽക്കുലേറ്റർ ഞാൻ പറഞ്ഞാൽ എക്സിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പി ഓഫ് ഓയിൽ. ഓയിലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. റോ ജി ഇസഡ് ആണ് നമ്മുടെ ഫോമുല. സോ പ്രഷർ എത്രയാണ്? 3.924 ഇൻറ്റു 10⁴ ഈസ് ഈക്വൽ ടു റോ എത്രയാണ്? 0.9 ആണ് അല്ലേ? 0.9 ഇൻറ്റു 1000 ഇൻറ്റു 9.81 ഇൻറ്റു ഇസഡ്. ഇതിന് ഇസഡ് കണ്ടുപിടിക്കാമല്ലോ. അപ്പൊ എല്ലാ ക്വസ്റ്റ്യനിലും ഒരു 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. 7 മാർക്കിന്റെ 7 10 മാർക്ക് ആ റേഞ്ചിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇത് ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അടുത്ത പുതിയൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് P = ഇപ്പൊ ഇതൊരു ടാങ്ക് ആണ്. അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഓപ്പൺ ടാങ്ക് കണ്ടെയ്ൻസ് വാട്ടർ അപ് ടു ഡെപ്ത് ഓഫ് 2 മീറ്റർ. വാട്ടർ 2 മീറ്റർ ഹൈറ്റിൽ ഇരിക്കുകയാണ്. നമ്മൾ ഒരു ബോട്ടിൽ എടുത്തു, അതിലൊരു 2 മീറ്റർ ഹൈറ്റിൽ വാട്ടർ ഒഴിച്ചു. അതിന്റെ അബോവ് ആൻ ഓയിൽ ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി 0.9. ഓയിലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 0.9 ഉള്ള 2 കഴിഞ്ഞിട്ട് ഒരു 1 മീറ്റർ ഹൈറ്റിൽ 0.9 സ്പെസിഫിക് ഗ്രാവിറ്റി ഉള്ള ഒരു ഓയിലും കൂടെ ഒഴിച്ചു. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ പ്രഷർ ഇന്റൻസിറ്റി അറ്റ് ദ ഇന്റർഫേസ് ഓഫ് ദ ടു ലിക്വിഡ്. അതായത് എ എന്നുള്ള പോയിന്റ് ഉണ്ടായിരുന്ന ആ എയിലുള്ള പ്രഷർ PA എത്രയാണ്? അറ്റ് ദ PB എത്രയാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. ആൻഡ് അറ്റ് ദ ബോട്ടം ഓഫ് ദ ടാങ്ക്. അപ്പൊ നോക്കുക, PAയിലെ പ്രഷർ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. PA എന്ന് പറഞ്ഞാൽ ഓയിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടുത്തെ പ്രഷർ മുകളിൽ എന്തിനാണ്? ഓയിൽ മാത്രമേ ഉള്ളൂ. അപ്പം PA എന്ന് പറഞ്ഞാൽ P ഓഫ് ഓയിലാണ്. ശരിയല്ലേ? P ഓഫ് ഓയിൽ ആകുമ്പോൾ അതിന്റെ ഫോമുല പറഞ്ഞാൽ റോ ജി ഇസഡ് ഉണ്ട്. അപ്പൊ റോ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിട്ടുണ്ട്. ഡെൻസിറ്റി ഓഫ് ഓയിൽ 0.9 ആണ്. അപ്പൊ 0.9 ഇൻറ്റു 1000 ഇൻറ്റു 9.81 ഇൻറ്റു ഇസഡിന്റെ വാല്യൂ എത്രയാണ്? ഓയിലിന്റെ എത്രയാണ്? 1 ആണ്. ഓക്കെ, ഇനി പ്രഷർ ഓഫ് ബി എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം. അതിന്റെ അതായത് വാട്ടറിന്റെ മുകളിൽ എന്തിനുണ്ട്? ഓയിലുണ്ട്. അപ്പൊ P ഓഫ് ഓയില് പ്ലസ് P ഓഫ് വാട്ടർ. രണ്ടും കൂടെ ചേർന്നല്ലേ വരുന്നത്. അപ്പൊ P ഓഫ് ഓയിൽ ആൾറെഡി നമുക്ക് അറിയാം എത്രയാണ്? 0.9 റോ ജി എച്ച്. അതായത് ഇതിന്റെ റോ ജി എച്ച് ഓഫ് ഓയില് പ്ലസ് റോ ജി എച്ച് ഓഫ് വാട്ടർ. ശരിയല്ലേ? ഓക്കെ, അപ്പൊ ഇതിൽ റോ ജി എച്ച് ഓഫ് ഓയിൽ നമ്മൾ ആൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഡെൻസിറ്റി 0.9 ഇൻറ്റു 1000 ഇൻറ്റു ജി എന്ന് പറഞ്ഞാൽ 9.81 ഇൻറ്റു എച്ചിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ആണ്. ഓക്കെ, സിമിലർലി പ്ലസ് വാട്ടറിന്റെ എന്താണ്? വാട്ടറിന്റെ 1000 ഇൻറ്റു 9.81 ഇൻറ്റു എച്ച് ഓഫ് വാട്ടർ എത്രയാണ്?
ഓൺലി 2 മീറ്റർ. വാട്ടർ 2 മീറ്ററേ ഉള്ളൂ. അപ്പൊ അതാണ് നമ്മുടെ ആൻസർ. അതായത് ഇവിടെ നോക്കിയാണ് ഞാൻ ഇവിടെ ആൻസർ കൂടെ എഴുതിയിട്ടുണ്ട്. ഇന്റർഫേസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ കണ്ട അതിന്റെ ആൻസർ. സിമിലർലി വാട്ടറിന്റെ രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. ഓക്കെ, ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇതും പ്ലസ് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യമാണ്. ഓക്കെ അല്ലേ? ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ചിലപ്പോൾ എക്സാമിന് ചോദിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തലോട്ട് പോട്ടോ. ഓക്കെ, ഇനി അടുത്തെന്ന് പറഞ്ഞാൽ എന്താണ് ഈ പ്രഷർ. അപ്പൊ നമ്മൾ ഇത് പ്രഷറിന് എങ്ങനെ ഹൗ ടു മെഷർ ദ പ്രഷർ എന്ന് പഠിച്ചു. ഇനി എന്തൊക്കെയാണ് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് പ്രഷർ, വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇത് 3 മാർക്കിന് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ പ്രഷർ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. നമ്മളിരിക്കുന്ന റൂമിൽ ഒരു പ്രഷർ മെഷറിംഗ് ഡിവൈസ് കൊണ്ടുവന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അത് ഓൺ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കൊരു പ്രഷറിന്റെ വാല്യൂ കിട്ടി. ഫോർ എക്സാമ്പിൾ ഒരു 6 ബാർ എന്നോ ഒരു 8 ബാർ എന്നോ എന്തോ കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെ കിട്ടുന്ന ആ പ്രഷറിനെ നമ്മൾ പറയുന്ന പേരാണ് ഗേജ് പ്രഷർ എന്ന് പറയുന്നത്. അത് ഗേജിൽ ആ പ്രഷർ മെഷറിംഗ് ഡിവൈസിൽ എന്താണോ കാണുന്നത് അതിനെ പറയുന്ന പേരാണ് ഗേജ് പ്രഷർ. ഓക്കെ, അതാണ് രണ്ടാമത് കാണിക്കുന്നത്. ഡിഫൈൻഡ് ആസ് എ പ്രഷർ വിച്ച് ഈസ് മെഷേർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ പ്രഷർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്. ഓക്കെ, അപ്പൊ ഇൻ വിച്ച് അറ്റ്മോസ്ഫിയർ പ്രഷർ ഈസ് ടേക്കൺ ആസ് ഡേറ്റം. എന്താണ് അറ്റ്മോസ്ഫിയർ പ്രഷർ? അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന 1.0132 ബാർ എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ 10.3 മീറ്റർ ഓഫ് വാട്ടർ. ഇവിടെ താഴെ എഴുതിയിട്ടുണ്ട്. അതായത് അറ്റ്മോസ്ഫിയർ പ്രഷറിനെ നമ്മൾ സാധാരണ എടുക്കുന്നത്, നോർമലി ഒരു അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇരിക്കുന്നത്, അത് കോൺസ്റ്റന്റ് ആണ്. 15 ഡിഗ്രിയിലെ സ്റ്റാൻഡേർഡൈസ്ഡ് വാല്യൂ ആണത്. ഓക്കെ, 760 മില്ലിമീറ്റർ ഓഫ് എച്ച് ഡി 10.3 മീറ്റർ ഓഫ് വാട്ടർ എന്നാണ് സാധാരണ നമ്മൾ. അപ്പൊ ഇത് ഡേറ്റമായിട്ട് എടുത്ത് അതിനെ റെഫറൻസ് ആയിട്ട് എടുത്ത് നമ്മൾ ഗേജ് പ്രഷറാണ് ഗേജ് പ്രഷർ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ആർട്ട് ഈസ് അബ്സല്യൂട്ട് പ്രഷർ ഈസ് ഡിഫൈൻഡ് ആസ് എ പ്രഷർ വിച്ച് ഈസ് മെഷേർഡ് വിത്ത് റെഫറൻസ് ടു ദ അബ്സല്യൂട്ട് പ്രഷർ. അപ്പം അബ്സല്യൂട്ട് പ്രഷർ എന്താണ്? അബ്സല്യൂട്ട് പ്രഷറിനെ വിത്ത് റെസ്പെക്ട് ടു, അതായത് ഈസ് ഡിഫൈൻഡ് ആസ് എ പ്രഷർ. അത് തന്നെ. അതായത് നമ്മൾ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ പ്രഷറും ഗേജ് പ്രഷറും കൂടെ ആഡ് ചെയ്യുമ്പോഴേ നമ്മൾ കിട്ടുന്നതാണ് അറ്റ്മോസ്ഫിയർ പ്രഷർ. ഓക്കെ, അതായത് അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറഞ്ഞാൽ ഗേജ് എന്താണ് അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ് പറയണത്? അബ്സല്യൂട്ട് പ്രഷറിൽ നിന്ന് ഗേജ് പ്രഷർ കുറയ്ക്കണം. അതായത് ഈ ഗ്രാഫിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആണ്. കണ്ട, ഈ എൻഡ് തൊട്ട് ഈ എൻഡ് വരെയാണ് അബ്സല്യൂട്ട് പ്രഷർ. അതെന്തായിരിക്കും? അതിന്റെ ആഡിങ് ഓഫ് 2 അബ്സല്യൂട്ട് പ്രഷറും ഗേജ് പ്രഷറും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അറ്റ്മോസ്ഫിയർ പ്രഷറും ഗേജ് പ്രഷറും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അബ്സല്യൂട്ട് പ്രഷർ. അപ്പൊ വാക്വം പ്രഷർ ആണെങ്കിൽ ഞാൻ മറ്റേ പ്രഷർ ഗേജ് എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടിയത്, -2.4. അപ്പൊ സീ ലെവലിന് താഴെയാണ്. അപ്പൊ അറ്റ്മോസ്ഫിയർ പ്രഷറിൽ നിന്ന് അബ്സല്യൂട്ട് പ്രഷർ കുറച്ചാൽ മതി. അതായത് നെഗറ്റീവ് പ്രഷർ, വാക്വം പ്രഷർ എന്ന് പറയും. നമ്മൾ പൈപ്പൊക്കെ തുറക്കുമ്പോൾ ചിലപ്പോൾ വെള്ളം ഇല്ലെങ്കിൽ അകത്തോട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ച് അകത്തോട്ട് ഇങ്ങനെ നെഗറ്റീവ് ഒരു വാക്വം പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്ന പറയില്ലേ, അപ്പൊ അതിനെയാണ് വാക്വം പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് വെരി ഇമ്പോർട്ടന്റ്. ഈ 3 ടൈപ്പ് ഓഫ് പ്രഷറിന്റെയും എഴുതിയിട്ട് ഈ ഗ്രാഫും വരച്ച് ഈ 2 ഇക്വേഷനും, അബ്സല്യൂട്ട് പ്രഷറും ഈ ഗേജ് പ്രഷർ, വാക്വം പ്രഷർ, ഈ ഇക്വേഷനും ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, അപ്പൊ അതൊരു 5 മാർക്കിനൊക്കെ ചിലപ്പം ചോദിക്കാം. ഓക്കെ, തിയറിയാണ് അടുത്തത്. അപ്പൊ നമുക്ക് അങ്ങനെ വെച്ചിട്ടാണെങ്കിൽ ചിലപ്പോൾ ഇത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത അത് തന്നെ, പ്രഷർ കണ്ടുപിടിക്കാൻ റോ ജി ഇസഡ് വെച്ചിട്ട്. അപ്പൊ നോക്കിയാണ് വാട്ട് ഈസ് ദ ഗേജ് പ്രഷർ ആൻഡ് അബ്സല്യൂട്ട് പ്രഷർ രണ്ടും ചോദിച്ചിട്ട്. മറ്റേ 3 മീറ്റർ ബിലോ. അപ്പൊ 3 മീറ്റർ എന്ന് പറഞ്ഞാൽ ഇസഡിന്റെ വാല്യൂ എത്രയാണ്? 3 മീറ്റർ. സർഫസ് ഓഫ് ലിക്വിഡ് ഡെൻസിറ്റി തന്നിട്ടുണ്ട്. ഡെൻസിറ്റിയുടെ വാല്യൂ അവർ തന്നിട്ടുണ്ട് 1.53 ഇൻറ്റു 10 ക്യൂബ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ജി 9.8. അപ്പൊ നമുക്ക് പ്രഷർ കിട്ടൂലേ? ഇസഡ് അറിയാം, 9.8 കൊണ്ട് അറിയാം, 1.53 അറിയാം. അപ്പൊ ഇവിടെ കൊണ്ടിട്ട് അവര് പ്രഷർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ ഇതായത് പ്രഷർ ഇതാ ഈ പ്രഷർ കണ്ടുപിടിച്ചു. ഇനി അടുത്ത അറ്റ്മോസ്ഫിയർ പ്രഷർ നമുക്ക് അറിയത്തില്ല. അപ്പൊ നോക്കാം. ഇപ്പൊ അടുത്ത നോക്കിയോടെ, ഇത് അറ്റ്മോസ്ഫിയർ പ്രഷർ ഈസ് ഈക്വൽ ടു 750 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി എന്നാണ് പറഞ്ഞത്. അപ്പൊ അറ്റ്മോസ്ഫിയർ പ്രഷർ അവർ തന്നിട്ടില്ല, ഇത് ഒറിജിനൽ പ്രഷർ ആണ്. ഓക്കെ, ഇനി അറ്റ്മോസ്ഫിയർ പ്രഷർ നമ്മൾ കണ്ടുപിടിക്കണം. അറ്റ്മോസ്ഫിയർ പ്രഷർ എങ്ങനെ കണ്ടുപിടിക്കാം? മെർക്കുറിയുടെ ലെവലിൽ നിന്നാണ്. മെർക്കുറിയുടെ അത് തന്നെ. അതായത് മെർക്കുറിയുടെ എന്താണ് ഈ 750 mm ഓഫ് മെർക്കുറി തന്നിരിക്കുന്നത് ഗേജ് പ്രഷർ അല്ലേ? ഗേജ് പ്രഷർ. അപ്പൊ നമ്മൾ അറ്റ്മോസ്ഫിയർ പ്രഷർ ഹെഡ് എന്നാണ് അവർ തന്നേക്കുന്നത്. അപ്പൊ അത് അറ്റ്മോസ്ഫിയർ പ്രഷർ എങ്ങനെ കണ്ടുപിടിക്കാം? അറ്റ്മോസ്ഫിയർ പ്രഷർ നമ്മൾ തന്നിട്ടില്ല, നമ്മൾ കണ്ടുപിടിക്കണം അറ്റ്മോസ്ഫിയർ പ്രഷർ. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കണം? 750 മില്ലിമീറ്റർ ഓഫ് എച്ച് ജി എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് 750 മില്ലിമീറ്റർ ഓഫ് എച്ച് ജി ആണെങ്കിൽ നമുക്ക് അറ്റ്മോസ്ഫിയറിനെ കണ്ടുപിടിക്കാം. പ്രഷർ കണ്ടുപിടിക്കുന്ന ഫോർമുല റോ ജി ഇസഡ് ആണ്. അപ്പൊ ഇതിൽ റോ എന്ന് പറഞ്ഞാൽ 13.6, മെർക്കുറി എന്ന് പറഞ്ഞുകൊണ്ട് 13.6 ഇൻറ്റു 1000 ചെയ്താലോ, ഇൻറ്റു ജി 9.8 കൊണ്ട് ചെയ്താലോ. ഇസഡിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇസഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് നമുക്കറിയാം 750 മില്ലിമീറ്റർ ഓഫ് എച്ച് ജി. അപ്പൊ മില്ലിമീറ്ററിനെ മീറ്റർ ആക്കാൻ 750 ഡിവൈഡഡ് ബൈ
1000 10/1000. ഓക്കെ ഇൻറ്റു എച്ച് ജിയിലാണ് ഇരിക്കുന്നത്. എച്ച് ജിനെ നമ്മൾ മാറ്റാനായിട്ട് എന്ത് ചെയ്യും? അപ്പോൾ എച്ച് ജി തന്നെ നമുക്ക് അങ്ങ് കൊടുക്കാം. അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 0.75 കിട്ടും അല്ലേ? ഇതെല്ലാം കൂടെ ഓക്കെ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് നമുക്ക് അറ്റ്മോസ്ഫിയർ പ്രഷർ. അപ്പോൾ നമുക്ക് അറിയാം, നേരത്തെ ആൾറെഡി അറിയാം, ഗേജ് പ്രഷറും അറ്റ്മോസ്ഫിയർ പ്രഷറും കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അബ്സല്യൂട്ട് പ്രഷർ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ മോളിൽ കിട്ടിയ ഈ വാല്യൂവും ഈ വാല്യൂവും കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അബ്സല്യൂട്ട് പ്രഷർ. ഓക്കെ. അപ്പോൾ ഈ ഒരു പ്രോബ്ലം കൂടെ ഒന്ന് നോക്കി വെച്ചിരുന്നത്. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് അടുത്തതെന്ന് പറഞ്ഞാൽ ഓക്കെ അല്ലേ? സ്പീഡ് കുഴപ്പമില്ലല്ലോ? ഇല്ല, ഓക്കെ ആണ്. ഞാൻ ഇത് അയച്ചു തരാം എന്തായാലും. ഓക്കെ അടുത്തെന്ന് പറഞ്ഞാൽ മെഷർമെന്റ് ഓഫ് പ്രഷർ. എന്തൊക്കെ പ്രഷർ മെഷറിംഗ് ഡിവൈസസ് ഏതാണ്? മാനോമീറ്റർ ഉണ്ട്, മെക്കാനിക്കൽ ഗേജും ഉണ്ട്. സോ മാനോമീറ്റർ എന്ന് പറഞ്ഞാൽ ഡിഫൈൻഡ് ആസ് എ ഡിവൈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ പ്രഷർ ഓഫ് എ പോയിന്റ് ഇൻ എ ഫ്ലൂയിഡ് ബൈ ബാലൻസിംഗ് ദ കോളം ഓഫ് ഫ്ലൂയിഡ്. ഒരു പ്രഷർ അറ്റ് എ പോയിന്റ്. ഇപ്പോൾ ഇതെങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുകയാണെങ്കിൽ ഇതിന്റെ ഈ പോയിന്റിലുള്ള പ്രഷർ എന്താണ്? ഫ്ലൂയിഡ്. ഇവിടെ ഒരു ഫ്ലൂയിഡ് ഇങ്ങനെ കിടക്കുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ ഈ ഫ്ലൂയിഡിൽ ഈ പോയിന്റ് എ എന്നുള്ള ഈ പോയിന്റ് എടുക്കാം. ഇതിന്റെ പ്രഷർ എന്താണ് എന്ന് കണ്ടുപിടിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് മാനോമീറ്റർ. അതിൽ രണ്ടെണ്ണം ഉണ്ട്, സിമ്പിൾ മാനോമീറ്റർ, ഡിഫറൻഷ്യൽ മാനോമീറ്റർ. ഓക്കെ ഇനി മെക്കാനിക്കൽ ഗേജ് ഉണ്ട്, അത് നിങ്ങൾക്ക് പഠിക്കാനില്ല. അത് ടൈപ്സ് ഇതാണ്: ഡയഫ്രം പ്രഷർ ഗേജ്, ബോർഡൻ ട്യൂബ്, ബെല്ലോസ് ടൈപ്പ് പ്രഷർ ഗേജ് ആൻഡ് ടൈപ്പ് പ്രഷർ. അതിൽ സിമ്പിൾ മാനോമീറ്റർ ആണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. സിമ്പിൾ മാനോമീറ്റർ ആദ്യം എന്ന് പറഞ്ഞാൽ പീസോമീറ്റർ. പീസോമീറ്റർ ആൾറെഡി നമ്മൾ പഠിച്ചു. എന്താണ് പീസോമീറ്റർ എന്ന് പറഞ്ഞാൽ? നമ്മളിപ്പോൾ ഇതാ ഒരു പീസോമീറ്റർ. എന്താണ് ഈ പീസോമീറ്റർ എന്ന് പറഞ്ഞാൽ? എ എന്നുള്ള ഈ പോയിന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പോയിന്റിന്റെ പ്രഷർ എനിക്ക് മെഷർ ചെയ്യണം. അപ്പോൾ പീസോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിംപ്ലസ്റ്റ് ഫോം ഓഫ് മാനോമീറ്റർ യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ ഗേജ് പ്രഷർ. എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ, വൺ എൻഡ് ഓഫ് ദ മാനോമീറ്റർ ഈസ് കണക്ട്. ഒരു ട്യൂബ് എടുത്ത് ഒരു എൻഡ് കണക്റ്റഡ് ടു പോയിന്റ് വേർ ദ പ്രഷർ ഈസ് ടു ബി. എവിടെയാണോ മെഷർ ചെയ്യാനുള്ള അവിടെ ഒരു എൻഡ് കണക്ട് ചെയ്തു. ഇതുവരെ ഈ പാർട്ട് ഒരു എൻഡ് അറ്റ്മോസ്ഫിയറിലോട്ട് കണക്ട് ചെയ്തു. ഓക്കെ അപ്പോൾ അതിൻ്റെ ഓപ്പൺ ടു ദ അറ്റ്മോസ്ഫിയർ. അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പോൾ ഇവിടെ നമ്മൾ ഈ ലിക്വിഡ് ഇവിടെ ഉണ്ടല്ലോ, ഈ ലിക്വിഡ് ഇങ്ങനെ റൈസ് ആയി ഒരു ഹൈറ്റ് ലെവലിൽ പോയി. ഇത്രയും ഹൈറ്റ്, എച്ച് എന്നുള്ള ഹൈറ്റ് ലെവലിൽ പോകും. ഓക്കെ അപ്പോൾ നമുക്ക് പ്രഷർ കണ്ടുപിടിക്കുന്ന ഫോർമുലയാണ് റോ ജി എച്ച്. ഇങ്ങനെയാണ് നമ്മൾ സിമ്പിൾ മാനോമീറ്ററിൽ പ്രാക്ടിക്കലി പീസോമീറ്റർ കണ്ടുപിടിക്കുന്നത്. ക്ലിയർ അല്ലേ? അതായത് ജസ്റ്റ് വേറെ ഒന്നുമില്ല. ഇവിടെ നമ്മളൊരു എവിടെയാണോ ട്യൂബ്, ആ ട്യൂബിനകത്തോട്ട് ഈ ട്യൂബ് കുത്തിക്കയറ്റുമ്പോൾ ഇവിടെ നിന്നുള്ള ലിക്വിഡ് ഇങ്ങനെ റൈസായി ഈ എച്ച് ഹൈറ്റ് വരും. ഈ എച്ച് ഹൈറ്റ് നമ്മൾ മെഷർ ചെയ്യും എത്രയാണെന്ന്. ആ എച്ച് എടുത്ത് ഇവിടെ കൊണ്ടുകൊടുക്കും. അപ്പോൾ ജി നമുക്ക് ആൾറെഡി അറിയാം 9.81 ആണ്. റോ നമുക്ക് പറഞ്ഞാൽ ഈ ലിക്വിഡ് ഏതാണെന്ന് നോക്കുക. ഫോർ എക്സാമ്പിൾ ഓയിൽ ആണെങ്കിൽ ഓയിലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി, അല്ലെങ്കിൽ മെർക്കുറി ആണെങ്കിൽ മെർക്കുറിയുടെ 13.6 × 1000. അങ്ങനെ ഡെൻസിറ്റി കണ്ടുപിടിക്കും സ്പെസിഫിക് ഗ്രാവിറ്റി വെച്ചിട്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പ്രഷർ കണ്ടുപിടിക്കും. ഇവന്തോ വാട്ടർ ആണ് കിട്ടിയെങ്കിൽ വാട്ടറിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അടുത്തത് നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് U2 വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ഇതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള U2 മാനോമീറ്റേഴ്സ്. എന്തൊക്കെ U2 മാനോമീറ്റർ എന്ന് പറഞ്ഞാൽ? ഗേജ് പ്രഷറും ഉണ്ട്, വാക്വം പ്രഷറും ഉള്ളവരുണ്ട്. അപ്പോൾ ഇതിന്റെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് എങ്ങനെ നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഗേജ് പ്രഷറും വാക്വം പ്രഷറും ആണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സാധനത്തിൽ നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ ഗേജ് പ്രഷറിന്റെ ആണെങ്കിൽ നമുക്ക് ഇതിങ്ങനെ ഇരിക്കുന്നില്ല. ഓക്കെ അപ്പോൾ ഇതിൽ അപ്പോൾ ഇതിനകത്ത് ഇപ്പം ഈ പോയിന്റ് ബിയിലെ പ്രഷർ എനിക്കാണ്. ഇവിടെ ഒരു ലിക്വിഡ് ഉണ്ട്. ഇതാണ് ഡേറ്റം ലെവൽ, അതായത് ഗ്രൗണ്ട് ലെവൽ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ലിക്വിഡ് ഇരിക്കുകയാണ്. ഇവിടെ വേറെ ഒരു ലിക്വിഡ് ഇരിക്കുകയാണ്. ഇത് തൊട്ട് വേറെ ലിക്വിഡ്, ഇത് ഫുള്ളായിട്ട് ഇതുവരെ വേറെ ലിക്വിഡ് ആണ്. അപ്പോൾ ഇതിന്റെ ഹൈറ്റ് ഇത് തൊട്ട് ഗ്രൗണ്ട് വരെയുള്ള ഹൈറ്റ് H2 എന്ന് വിചാരിക്കുക. ഇതിന്റെ ഇത് തൊട്ട് ഇതുവരെ ഹൈറ്റ് H1 എന്ന് വിചാരിക്കുക. ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇതിനെ നമ്മൾ രണ്ടായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യും. ഇത് ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താണ്? പ്രഷർ അറ്റ് ബി ആണ് വേണ്ടത്. ഈ പോയിന്റ് പ്രഷർ അറ്റ് ബി, PB ഈസ് ഈക്വൽ ടു, ഇവിടെ ഒരു ഡോട്ടഡ് ലൈൻ ആയിട്ട് കാണിക്കുന്ന ഒരു ലിക്വിഡാണ്. അപ്പൊ ആ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ റോ ജി എച്ച് എന്ന് വിചാരിക്കുക. അതിന്റെ ഇത് പ്രഷർ ഈസ് ഈക്വൽ ടു ഈ റൈറ്റ് ഹാൻഡ് സൈഡിലെ ഇതിനെ നമ്മൾ രണ്ടാമത്തെ ലിക്വിഡ് ആണെന്ന് വിചാരിക്കുക. റോ ജി എച്ച്. അപ്പൊ ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് PB എങ്ങനെ കണ്ടുപിടിക്കാം? പ്രഷർ അറ്റ് ബി ഈസ് ഈക്വൽ ടു റോ ജി എച്ച് അറ്റ് 2 ഇന്ന് റോ ജി എച്ച് അറ്റ് 1 കുറച്ചാണ്. ശരിയല്ലേ? ഇങ്ങനെയാണ് നമ്മൾ ജനറലി കണ്ടുപിടിക്കുന്നത്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ രണ്ടാമത്തത് ഇത് വാക്വം പ്രഷറിന്റെ ആണ്. അപ്പോൾ വാക്വം പ്രഷറിന്റെ ആണെങ്കിൽ നമ്മൾ ഇത് ഇവിടെ അതേപോലെ നമ്മൾ ഇങ്ങനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡ്, ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, റൈറ്റ് ഹാൻഡ് സൈഡ്.
ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമ്മൾ എഴുതുമ്പോൾ എന്ത് സംഭവിക്കും? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ പി ബി പ്ലസ് റോ ജി എച്ച് അറ്റ് 1 ശരിയല്ലേ, പ്ലസ് റോ ജി എച്ച് അറ്റ് 2 ഈക്വൽ ടു എന്താ? റൈറ്റ് ഹാൻഡ് സൈഡ് ഒന്നുമില്ല, എന്താണ്? 0. ഓക്കെ, അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താണ്? പി ബി ഈസ് ഈക്വൽ ടു മൈനസ് വാല്യൂ കിട്ടും, റോ ജി എച്ച് 1 പ്ലസ് റോ ജി എച്ച് 2. അപ്പം ഇവിടെ ഇക്വേഷൻ ഉണ്ട്, കണ്ട? ഇതാ ഇക്വേഷൻ, ഇതാണ് നമ്മുടെ ഇപ്പം പറഞ്ഞ ആദ്യത്തെ ഗേജ് പ്രഷറിന്റെ ഇക്വേഷൻ. ഇതാണ് വാക്വം പ്രഷറിന്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ ഓരോരോ പ്രോബ്ലം വെച്ച് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി, എളുപ്പത്തിൽ മനസ്സിലാവും. അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. അപ്പൊ ഇതാ ഒരു ക്വസ്റ്റ്യൻ, അതായത് എന്ന് പറഞ്ഞാൽ റൈറ്റ് ലിംബ് ഓഫ് എ U2 മാനോട്ട് കണ്ടെയ്നിങ് മെർക്കുറി ഈസ് ഓപ്പൺ ടു ദ അറ്റ്മോസ്ഫിയർ, ലെഫ്റ്റ് ലിംബ് ഈസ് കണക്റ്റഡ് ടു എ പൈപ്പ് ഓഫ് പോയിന്റ് സ്പെസിഫിക് 0.9 ഈസ് ഫ്ലോയിങ്. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ലെഫ്റ്റ് ലിംബിന്റെ കാര്യമാണ് പറയുന്നത്. ലെഫ്റ്റ് ലിംബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാ ഇപ്പുറത്തെ സൈഡ് അല്ലേ? അപ്പൊ ഇത് വെച്ച് നമുക്ക് ഇക്വേഷൻ എഴുതാല്ലേ. ഇതാണ് നമ്മുടെ ലെഫ്റ്റ് ലിംബില് എന്താണ് ഫോർമുല? ഇപ്പൊ പോയിന്റ് എ പ്രഷർ, ഇതാണ് പ്രഷർ പി എങ്കിൽ പി, നമ്മുടെ ഫോർമുല എന്താണ്? പി പ്ലസ് റോ ജി എച്ച് അറ്റ് 1 റൈറ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഉള്ള ഈസ് ഈക്വൽ ടു റോ ജി എച്ച് അറ്റ് 2 അറ്റ് റൈറ്റ് ഹാൻഡ് സൈഡ് ഉള്ള ലിക്വിഡ്. അപ്പൊ നമുക്ക് ഇവിടെ പി പ്രഷർ നമുക്ക് അറിയത്തില്ല, പ്ലസ് റോ ജി എച്ച് അവർ പറഞ്ഞിട്ടുണ്ട് മെർക്കുറി ഈസ് ഓപ്പൺ, U2 മാനോമീറ്റർ കണ്ടെയ്നിങ് മെർക്കുറി ഈസ് ഓപ്പൺ ടു ദ അറ്റ്മോസ്ഫിയർ വൈൽ ദ ലെഫ്റ്റ് ലിംബ് ഈസ് കണക്റ്റഡ് ടു എ പൈപ്പ് ഓഫ് ഫ്ലൂയിഡ് ഓഫ് അവിടെ ഉള്ള ഫ്ലൂയിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 0.9 ആണ്. 0.9 into 1000 into 9.81 into അതിന്റെ ഹൈറ്റ് h1 എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ പഠിച്ചത്, ഇതാണ് h1 അല്ലേ? ഇതാണ് h1. അപ്പൊ ഈ 20 നിന്ന് 12 പോയാൽ എത്ര വരും? 8. 20 നിന്ന് 12 പോയാൽ 8 വരും, ശരിയല്ലേ? ശരിയല്ലേ? ഇതാണ് h1. നമ്മൾ നേരത്തെ പഠിച്ച h1 എന്ന് പറഞ്ഞാൽ ഈ സാധനമാണ്, ഇത് ഇവിടുത്തെ h1, ഈ സെന്റർ തൊട്ട് ഇതുവരെയുള്ള ലിക്വിഡ്. അപ്പൊ നമുക്ക് അപ്പൊ ഇത് h1 വരും ഇസ് ഈക്വൽ ടു രണ്ടാമത് റോ ജി എച്ച് 2 ആകുമ്പോൾ എന്താണ്? റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താണ്? 12 സെന്റിമീറ്റർ ബിലോ മെർക്കുറി റൈറ്റ് അപ്പ്, മെർക്കുറിയാണ് തന്നെ, ശരിയല്ലേ? അപ്പൊ 30.6 ഇൻറ്റു 1000 ഇൻറ്റു ജി ഇൻറ്റു എച്ച്. എച്ചിന്റെ വാല്യൂ എത്രയാണ്? 20 ആകുമ്പോൾ 0.2 മീറ്റർ. ഇവിടെ 8 സെന്റിമീറ്റർ ആകുമ്പോൾ 0.8/100, അപ്പൊ 0.08 വരും അല്ലേ? 8 സെന്റിമീറ്റർ എന്നാണ്, അപ്പം 0.8 0.08. ഓക്കെ, ഇത് 0.2 മീറ്റർ 20 ആകുമ്പോൾ. അപ്പൊ ഇത് ഈക്വൽ ടു 0 ആകുമ്പോൾ അതിൽ നിന്ന് എന്ത് കിട്ടും? പ്രഷർ കിട്ടൂലേ? അത്രേ ഉള്ളൂ സംഭവം, എളുപ്പമല്ലേ? അപ്പൊ അതുപോലെയാണ് ഇവിടെ ചെയ്തത്. ആ ഇക്വേഷൻ ഇട്ടിട്ട് നേരെ ഡയറക്റ്റ് പിയുടെ വാല്യൂ കണ്ടുപിടിച്ചു. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലെ നമ്മൾ നേരത്തെ ചെയ്തതിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ലെഫ്റ്റിൽ റൈറ്റിൽ ഒന്നും ഇല്ല, ലെഫ്റ്റിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് ഇവിടെ ഒരു പ്രഷർ കണ്ടുപിടിക്കണം. അപ്പൊ പി പ്ലസ് റോ ജി എച്ച് അറ്റ് 1, അതായത് ഫസ്റ്റ് ലിക്വിഡ്, പ്ലസ് റോ ജി എച്ച് അറ്റ് 2 അറ്റ് സെക്കൻഡ് ലിക്വിഡ് ഈസ് ഈക്വൽ ടു 0. അപ്പം ഇതില് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? പ്രഷർ ആണ് വേണ്ടത്. അപ്പൊ അവർ ക്വസ്റ്റ്യൻ പറഞ്ഞു സിമ്പിൾ U2 മാനോമീറ്റർ കണ്ടെയ്നിങ് മെർക്കുറി ഈസ് കണക്റ്റഡ് ടു എ പൈപ്പിംഗ് വിച്ച് സ്പെസിഫിക് ഗ്രാവിറ്റി 0.8 ആൻഡ് ഹാവിങ് എ വാക്വം പ്രഷർ ഈസ് ഫ്ലോയിങ്. വാക്വം പ്രഷർ എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് കാണാതെ പിടിച്ചതുകൊണ്ട് എഴുതാൻ പറ്റും. അതുകൊണ്ട് മാനോമീറ്റർ കണക്റ്റഡ് ടു അറ്റ്മോസ്ഫിയർ, ശരിയാണ്. വാക്വം പ്രഷർ പൈപ്പ് ഡിഫറൻസ് ഇൻ ദ ലെവൽ ഇൻ ദ 2 limbs ഓഫ് 40 സെന്റിമീറ്റർ ആൻഡ് ദ ഹൈറ്റ് ഓഫ് ദിസ് ഈസ് 15 mm ബിലോ. അപ്പൊ എല്ലാം പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ പ്രഷർ പ്ലസ് റോന്റെ വാല്യൂ നമ്മൾ ലെഫ്റ്റിൽ എന്താണ് പറയുന്നത്? റോന്റെ വാല്യൂ 0.8 ആണ്. അപ്പൊ 0.8 into 1000 into 9.81 into എച്ചിന്റെ വാല്യൂ അവർ പറയുന്നുണ്ട്. h1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? h1 എന്ന് പറഞ്ഞാൽ 40. ആദ്യത്തെ ലിക്വിഡ് 40 വരെയാണ്, 40 അല്ലെ 15 വരെ, സോറി 15 1.15 പ്ലസ് റോ എത്രയാണ്? ഇവിടെ സെക്കൻഡില് മെർക്കുറിയാണ്, 13.6 into 1000 into 9.81 into അതിന്റെ രണ്ടാമത്തെ എച്ച്. നമ്മളിവിടെ ജനറൽ ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. എവിടെയാണ്? ഇതായിരിക്കുന്നത്, ഈ സംഭവം ഇത് H2 ഇത്. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ H1 and H2 പഠിച്ചത്. അപ്പൊ H2 ഇവിടെ എത്ര വരും? 40 വരും, ശരിയല്ലേ? ഇതാണ് H1, ഇതാണ് H2. H1 40 വരും. അപ്പൊ 9.81 into 0.4 കിട്ടും. അപ്പൊ അത് ചെയ്യുമ്പോൾ നമുക്ക് പ്രഷർ കിട്ടൂലേ? അപ്പൊ ഇതാണ് അവിടെ കാണിച്ചേക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി ഉള്ളതെന്ന് പറഞ്ഞാൽ, ഇനിയുള്ള ഓരോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ. ഇതും കൂടെ ഉള്ളൂ, ഇതും കൂടെ എടുക്കട്ടെ. അപ്പം എടുത്തോ.
അപ്പൊ ഇതും കൂടെ ആകുമ്പോൾ ഈ ടോപ്പിക് അങ്ങ് തീരും. എന്താണ് ഈ ഡിഫറൻഷ്യൽ മാനോമീറ്റർ? അതിൽ 2 എണ്ണം ഉണ്ട്. U2 മാനോമീറ്ററിൽ U2 മാനോമീറ്റർ നമ്മൾ നേരത്തെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അറ്റ്മോസ്ഫിയറിലോട്ടാണ് ഇട്ടത്. ഈ സാധനത്തിന് അറ്റ്മോസ്ഫിയറിലോട്ടാണ് ഇട്ടത്, ശരിയല്ലേ? ഫസ്റ്റ് ലിങ്ക് ഈസ് കണക്റ്റഡ് ടു ഒരു പൈപ്പ്, സെക്കൻഡ് ലിങ്ക് ഈസ് കണക്റ്റഡ് ടു അറ്റ്മോസ്ഫിയർ. പക്ഷെ ഡിഫറൻഷ്യൽ മാനോമീറ്ററിൽ എന്താണ് ചെയ്യുന്നത്? 2 സൈഡും എന്താണ് പ്രഷർ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ സിമ്പിൾ അല്ലേ? PA പ്ലസ് റോ ജി എച്ച് ഈസികൾ PB പ്ലസ് റോ ജി എച്ച്. രണ്ട് ആ ഇക്വേഷൻ എഴുതിയാൽ മതി. ഇനി ഇതിൽ 2 ടൈപ്പ് ഉണ്ട്. ഇത് സെയിം ലെവൽ, ഓക്കെ. ഇത് ലെവല് വ്യത്യാസമുണ്ട്. ഒന്ന് താഴെ ഒന്ന് മുകളിൽ, ഡിഫറെന്റ് ലെവൽ. ഇങ്ങനെയുള്ള 2 ലെവലുള്ള ഓരോരോ ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് പഠിക്കാം. ഓക്കെ. അപ്പൊ അതിന്റെ ഇക്വേഷൻ കൂടെ നമുക്ക് പഠിക്കണം. അപ്പൊ ഇക്വേഷൻ ഇങ്ങനെ വരും. കണ്ട, സെയിം ലെവലാണ് ഇതാണ് 18A2 പൈപ്പ് സെറ്റ്. ഡിഫറെന്റ് ലെവലാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ മാത്രം, ഇതൊന്നും വേണ്ട. ഇത് മനസ്സിലാൻ വേണ്ടിയിട്ട് H എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ആണ്, X Y എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. P ഓഫ് A ഈ പോയിന്റ് A തൊട്ട് ഈ ലെവൽ വരെ X എന്ന് ഇട്ടിട്ടുണ്ട്. ഓക്കെ. അതേപോലെ ഇത് തൊട്ട് ഇതുവരെ H ആണ്, പിന്നെ ഇവിടെ Y ആണ്. ഈ സെന്റർ ടു ആ ലെവൽ വരെ H Y ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ ലെവൽ, ഈ പടം നല്ല വൃത്തിയായിട്ട് പഠിക്കുക, ഇക്വേഷൻ ചെയ്യുക. അപ്പം വേറെ കൂടുതൽ അതിനെ ചിന്തിക്കേണ്ട. അപ്പൊ ഇതിലെന്ന് പറഞ്ഞാൽ ആ ഇക്വേഷൻ ഏറ്റവും താഴെ കിടക്കുന്നതാണ് ഇക്വേഷൻ 2.12. ഇത് PA പ്രഷർ ഡിഫറൻസ് എത്രയും ചോദിച്ചിട്ടുണ്ട്. ഇതാണ് പ്രഷർ ഡിഫറൻസ്. ഓക്കെ. സിമിലർലി രണ്ടാമത്തേല് കൂടുതൽ അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട. ഇതേ സെയിം ലെവലാണെങ്കിൽ ഈ ഇക്വേഷൻ ഇതിങ്ങനെ പഠിക്കും. PA മൈനസ് PB എന്ന് പറഞ്ഞാൽ G ഇൻറ്റു H ഇൻറ്റു റോ ജി മൈനസ് റോ ഐ. അപ്പൊ ഇതാണ് നമ്മൾ പഠിക്കുന്നത്. അടുത്തത് ഓക്കെ അല്ലേ? അപ്പൊ ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് നിർത്താം. ഓക്കെ. അപ്പൊ ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഡിഫറൻഷ്യൽ മാനോമീറ്റർ ഇസ് കണക്റ്റഡ് ടു 2 പോയിന്റ്സ് A ആൻഡ് B. കണ്ട, ഡിഫറെന്റ് ലെവലാണ് ഇത്, ഡിഫറെന്റ് ലെവൽ. അപ്പൊ ഈ സ്പെസിഫിക് ഗ്രാവിറ്റി അറിയാം, PA അറിയാം, സ്പെസിഫിക് ഗ്രാവിറ്റി X അറിയാം, Y അറിയാം. ഇതെല്ലാ വാല്യൂസ് എവിടെ കൊണ്ട് കൊടുക്കുക? ഇവിടെ കൊണ്ട് കൊടുക്കുക. അതായത് പ്രഷർ ലെഫ്റ്റ് ലിംബ് നടക്കും. ലെഫ്റ്റ് ലിംബ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ലിംബിൽ ഏതൊക്കെയുണ്ട്? ഈ പ്രഷർ A ഉണ്ട്, ശരിയല്ലേ? ഈ പ്രഷർ A, അതാണ് ഇത്. അടുത്ത ഈ ഡോട്ടഡ് ലൈനിലുള്ള ലെങ്ത് എത്രയാണ്? ഡോട്ടഡ് ലൈനിന്റെ ഇതാണ് റോ ജി എച്ച്. അതായത് ഇത് എത്രയാണ്? 1.5 എന്ന് അവർ പറയുന്നത്. സ്പെസിഫിക് ഗ്രാവിറ്റി 1.5. അപ്പൊ 1.5 ഇൻറ്റു 1000 ഇൻറ്റു 9.81 2 + 3, ശരിയല്ലേ? ആ ഡോട്ടഡ് ലൈൻസിലുള്ള ആ ലിക്വിഡ് 2 + 3 5 ആണ്. ഓക്കെ അല്ലേ? അടുത്ത ഇനി ഡോട്ടഡ് ലൈൻ അല്ലാത്ത ഈ പിങ്ക് കളറിലുള്ള H, അതെന്ന് പറഞ്ഞാൽ മെർക്കുറിയാണ്. 13.6 ഇൻറ്റു 1000 ഇൻറ്റു 9.81 ഇൻറ്റു H. ഇതാണ് ലെഫ്റ്റിലുള്ള കേസ്. ലെഫ്റ്റിൽ ഏതൊക്കെയുണ്ട്? PA ഉണ്ട് അല്ലേ? പിന്നെ ആ ഡോട്ടഡ് ലൈൻസ് ഉള്ളതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി റോ ജി എച്ച് എന്ന് പറഞ്ഞാൽ 1.5 ഇൻറ്റു 1000 ഇൻറ്റു G 9.81 ഇൻറ്റു Hന്റെ വാല്യൂ 5. ഓക്കെ. അടുത്ത ഈക്വൽ ടു പ്ലസ് വേറെ എന്തിനുണ്ട്? 13.6 റോ ജി എച്ച് ഓഫ് മെർക്കുറിയാണ്. 13.6 ഇൻറ്റു 1000 ഇൻറ്റു 9.81. അപ്പൊ അത് ലെഫ്റ്റ് ലിംബിന്റെ കേസ്. അപ്പൊ നമുക്കൊരു ആൻസർ കിട്ടി. ഇൻ ടേംസ് ഓഫ് H മാത്രം അൺനോൺ അവിടെ. ഇനി നമ്മൾ റൈറ്റ് ലിംബിൽ വരികയാണെങ്കിൽ റൈറ്റ് ലിംബിൽ എന്തൊക്കെ ഉണ്ട് നോക്കിയാൽ ഒരു പ്രഷർ BB ഉണ്ട്. കണ്ടോ? അതായത് PB, ഈ PB ഉണ്ട്, ശരിയല്ലേ? അതുകൊണ്ട് ഇവിടെ വേറെ എന്തിനുണ്ട്? ഈ ലിക്വിഡിന്റെ ഹൈറ്റ് H+2 എന്ന് പറഞ്ഞുള്ള ഹൈറ്റ് ഉണ്ട്. കണ്ടേ? ഇത് H+2. ഓക്കെ, അത് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, H+2. ദെൻ അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി പറയുന്നുണ്ട്. എത്രയാണ്? 0.9 എന്ന് പറയും. സ്പെസിഫിക് ഗ്രാവിറ്റി 0.9 എന്ന് ക്വസ്റ്റ്യൻ. B കണ്ടെയ്ൻസ് ലിക്വിഡ്. അപ്പോൾ 0.9 ആകുമ്പോൾ അതിന്റെ എത്ര വരും? 0.9 ഇൻറ്റു 1000 900 9.81 H+2. അപ്പൊ ഈ രണ്ടും കൂടെ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു രണ്ടും കൂടെ. ലെഫ്റ്റ് ലിംബ് ഈസ് ഈക്വൽ ടു റൈറ്റ് ലിംബ് എന്ന് പറഞ്ഞ് ഇക്വേറ്റ് ചെയ്യുന്നു. ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അൺനോൺ ആയിട്ട് എന്ത് കിട്ടുന്നത്? H കിട്ടും, ശരിയല്ലേ? അതിൽ നിന്ന് H ഫൈൻഡ് ഔട്ട് ചെയ്താൽ എത്ര എളുപ്പമല്ലേ? ഓക്കെ. അപ്പൊ എന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. നമ്മൾ പറഞ്ഞ സെയിം ലെവൽ, ഡിഫറെന്റ് ലെവൽ അല്ല, ഇത് സെയിം ലെവൽ. പൈപ്പ് കണ്ടെയ്ൻസ് ഓയിൽ സ്പെസിഫിക് ഗ്രാവിറ്റി 0.9. Differential manage connected to A and B shows a different mercury levels as 15 cm. Find the difference in pressure. അപ്പോൾ ഇതിൽ S1 അറിയാം, H അറിയാം. നേരത്തെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഈ ഇക്വേഷൻ അറിയാം, സെയിം ലെവൽ ആണെങ്കിൽ ഇക്വേഷൻ അതിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ.